മഴയൊന്നുമില്ലാതെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് ഊണിന്ന് പുറത്ത് വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കിയത്. ഞങ്ങളുടെ വീട്ടിലൊരു സാധാരണ ഊണാണ്. ചോറ്, കപ്പ, മീൻകറി. ഇതിൽ ഈ കപ്പ വേവിച്ചതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കപ്പ വേവിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കപ്പ ഉപ്പിട്ട് വേവിച്ചിട്ട് അരപ്പുണ്ടാക്കി കപ്പയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കും. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ. എൻ്റെ മദറിലോ ഉണ്ടാക്കുന്ന കപ്പ വേവിച്ചതാണ്. പുതിയ റെസിപ്പിയൊന്നുമല്ല, അമ്മച്ചി പണ്ട് മുതലേ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സി ജാറിലോട്ട് 2 വലിയ പിടി തേങ്ങ ഇട്ടു, 3 ചെറിയ അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് അരയ്ക്കുന്നത്. ഒത്തിരി ലൂസായി പോകണ്ട. ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് മഷി പോലെ അരയേണ്ട, സാധാരണ കപ്പയ്ക്കൊക്കെ അരയ്ക്കുന്ന അറിയാമല്ലോ. ഈ അരപ്പ് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ കപ്പ വേവിച്ചത് വേറെ ആരും ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടില്ല, അമ്മച്ചി ഉണ്ടാക്കി മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല. അപ്പോൾ ഇതാ അരപ്പിട്ടിട്ട് എണ്ണയിൽ കുറച്ചൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ലൂസായിരിക്കും. വെള്ളം എല്ലാം വറ്റി വീണ്ടും ഈ അരപ്പ് നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പം അത്രയും സമയം ഈ അരപ്പ് വേവുവാണല്ലോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കപ്പ വേവിച്ചത് ഉണ്ടാക്കുന്ന രുചിയേ അല്ല. അപ്പോൾ ഈ അരപ്പിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കപ്പ വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കില്ല, അരപ്പിലാണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. ഇത് തീ കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റിച്ചെടുക്കണ്ട കേട്ടോ. പതുക്കെ ചെറിയ തീയിലിട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. വീണ്ടും വെള്ളം വറ്റി ഇതുപോലായിട്ട് വരും. ഈ അരപ്പാണ് നമ്മളിനി കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കപ്പ ഞാനിവിടെ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ഇതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. കോട്ടയത്ത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊക്കെ ഇത് സൺഡേ ബ്രേക്ക്ഫാസ്റ്റാണ്, ഞായറാഴ്ച രാവിലെ ഉണ്ടാക്കുന്നതാണ്. ഈ കപ്പ വേവിച്ചത്, മീൻ കറി, മോര് കാച്ചിയത് അല്ലെങ്കിൽ പുളിശ്ശേരി, നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കോമ്പിനേഷൻ കാണുന്നത്, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അപ്പോൾ കപ്പ ഞാൻ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ആവശ്യത്തിന് ഉടച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കപ്പ കുഴച്ചത് ഉണ്ടാക്കുന്നേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മീൻകറി പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ എണ്ണയൊഴിച്ച് കടുക്, ഉലുവ, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട്, ഇത് വാളംപുളി ചേർത്ത മീൻകറിയാണ് കേട്ടോ. പൊടികൾ ചേർത്ത് കൊടുക്കുക. എൻ്റെ അമ്മയൊക്കെ മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മല്ലിപ്പൊടി ഉപയോഗിക്കും. മുളക് പൊടിയുടെ ഏകദേശം അതേ അളവിൽ തന്നെയാണ് മല്ലിപ്പൊടിയും ചേർക്കുന്നത്. പൊടികൾ മൂത്ത് കഴിഞ്ഞിട്ട് വാളംപുളി പിഴിഞ്ഞതും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഒന്നുകിൽ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ, ആദ്യത്തെ തിള വരുമ്പോൾ തന്നെ മീനിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഏകദേശം ഒന്ന് പകുതിയോളം വറ്റിയതിന് ശേഷം മീനിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അയല മീനാണ് കിട്ടിയത്. അപ്പോൾ കറി തിളച്ച് ഒന്ന് പകുതിയായി വന്നപ്പം അയല മീനും കൂടി ഇട്ട് തിളപ്പിച്ചെടുത്തു. അപ്പോൾ നല്ല അടിപൊളി മീൻ കറി. മൺകലത്തിൽ വെച്ച ചോറ് കുക്കറിൽ നമ്മളിനി എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു രുചി മാത്രമല്ല കേട്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, ഒട്ടും വെള്ളം നിൽക്കില്ല, ഇങ്ങനെ ഉതിർന്ന് കിടക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പിന്നെ നല്ല കപ്പ വേവിച്ചതും മീൻ കറിയും. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. നിങ്ങൾ കപ്പ വേവിച്ചത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം.